നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈന പല തവണയായി പ്രകോപനപരമായ നീക്കങ്ങൾ തായ്വാനുമേൽ നടത്തുന്നു. എന്നാൽ ഇന്ത്യയും തായ്വാനും തമ്മിലുള്ള സൗഹൃദ ബന്ധം അത് ഏറ്റവും അസ്വസ്ഥമാക്കിയിരിക്കുന്നത് ചൈനയെ തന്നെയാണ്. ചൈനയുടെ പല രാജ്യങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തെയും ശക്തമായി ഇപ്പോൾ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ബംഗ്ലാദേശിലുണ്ടായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവിടുത്തെ മോഗ്ല തുറമുഖവും അതോടൊപ്പം തന്നെ അവിടുത്തെ ടീസ്റ്റ നദീജല പദ്ധതിയും. എന്നാൽ ഇതിലേറെ അസ്വസ്ഥത പങ്കുവയ്ക്കുന്ന ചൈന ഇപ്പോൾ തായ്വാനെ വളഞ്ഞ് 36ഓളം ചൈനീസ് യുദ്ധവിമാനങ്ങളെ പടയൊരുക്കത്തിനായി അയച്ചുകൊണ്ട് വലിയ വെല്ലുവിളിയാണ് തീർത്തിരിക്കുന്നത്. തായ്വാന്റെ നാവിക വ്യോമ അതിർത്തിക്ക് ചുറ്റും ചൈന യുദ്ധവിമാനങ്ങളും കപ്പലുകളും വിന്യസിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ രാജ്യാതിർത്തിക്ക് ചുറ്റുമായി 36 ചൈനീസ് വിമാനങ്ങൾ എത്തിയതായി റിപ്പോർട്ടുണ്ട്. ഒപ്പം 7ഓളം ചൈനീസ് കപ്പലുകളെയും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 34 ചൈനീസ് വിമാനങ്ങൾ തായ്വാന്റെ ഈസ്റ്റേൺ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചുവെന്നും സ്ഥിതിഗതികൾ സൈന്യം കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുവെന്നുമാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. സമൂഹമാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറിപ്പും അവർ പങ്കുവച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 6-നും വെള്ളിയാഴ്ച പുലർച്ചെ 6-നും ഇടയിലുള്ള സമയത്താണ് അതിർത്തി കടന്നുകൊണ്ട് ചൈനീസ് വിമാനങ്ങൾ അതുപോലെ തന്നെ പടക്കപ്പലുകളൊക്കെ തന്നെ കടന്നുകയറിയത്. അതിർത്തി ലംഘനം നടത്തിയ ചൈനീസ് വിമാനങ്ങളെ സൈന്യം പ്രതിരോധിച്ചുവെന്നും ശക്തമായ താക്കീത് നൽകിയെന്നുമാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. നിലവിൽ അവർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 11 വിമാനങ്ങളിൽ 7 എണ്ണം തായ്വാൻ കടലിടുക്ക് കടന്നു എന്ന റിപ്പോർട്ട് വന്നു. പ്രകോപനപരമായ നീക്കം തന്നെയാണിതെന്ന് തായ്വാൻ ഈ സംഭവത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. തായ്വാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നൊരു സാഹചര്യം കൂടിയാണ് നേരത്തെ ഉണ്ടായത്. ഇന്ത്യ തായ്വാൻ ബന്ധത്തിൽ കടന്നുകയറി അഭിപ്രായം പറഞ്ഞ ചൈനയ്ക്ക് അതിന് തൊട്ടു പിന്നാലെ ചുട്ട മറുപടിയും തായ്വാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി നൽകിയിരുന്നു. ചൈനയുടെ വിമർശനത്തെ മോദിയോ തായ്വാൻ പ്രസിഡന്റോ ഭയപ്പെടുന്നില്ല എന്നാണ് തായ്വാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായ ടിയാൻ ചുങ്കാങ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് തായ്വാൻ പ്രസിഡന്റായിട്ടുള്ള ചിങ് സന്ദേശം അയച്ചിരുന്നു. ഈ ആശംസയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും രംഗത്തെത്തിയിരുന്നു. സാമ്പത്തിക സാങ്കേതിക രംഗങ്ങളിൽ രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രധാനമന്ത്രി തന്നെ മറുപടി സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ചൈനയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ശേഷമാണ് ഇന്ത്യ തായ്വാൻ ബന്ധത്തിൽ പ്രതിഷേധമറിയിച്ചുകൊണ്ട് ബീജിംഗ് രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.